ഹായ് ഗൈസ്, ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. സ്പോൺസർ വീഡിയോ അല്ല. എഡ്യൂക്കേഷൻ ആൻഡ് റിവ്യൂ പർപ്പസ് മാത്രമാണ്. വീഡിയോ ശ്രദ്ധിച്ച് തന്നെ കാണുക. ഹേ ഗൈസ്, നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലോ ടെലിഗ്രാം ഗ്രൂപ്പ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോട്ട് യൂസ്ഫുൾ ആയിരിക്കും, പക്കയായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, ഈ ബോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ബോട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു കുറേ പേര് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഈ ബോട്ട്. നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് നമ്മൾ നോർമൽ യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ആണെങ്കിൽ അത് ഷെഡ്യൂൾ സെക്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ എത്ര ടൈം വെച്ചിട്ട് ആ വീഡിയോ അപ്ലോഡ് ആയിരിക്കും, ആ ടൈമിൽ കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ആവുന്നതായിരിക്കും. അതേ രീതിക്ക് നിങ്ങൾക്ക് ഈ ബോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ജസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ബോട്ടിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി സാർ നിങ്ങൾക്ക് എങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ ബോട്ടിനെ കുറിച്ച് ഫുൾ റിവ്യൂ ആണ് കാണിക്കാൻ പോകുന്നത്. നേരെ വീഡിയോ പോകാം. അപ്പോൾ ഈ ബോട്ടിന്റെ പേര് ഫ്രീ ഓട്ടോ പോസ്റ്റ് ബോട്ട് എന്നാണ്. ഈ ബോട്ടിലാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതിന് തൊട്ട് ഫിക്സഡ് ടൈമിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ 15 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്ന രീതിക്ക് നിങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ടെലിഗ്രാം ചാനൽസിലും ടെലിഗ്രാം ഗ്രൂപ്പ്സിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഈ ബോട്ട്. അപ്പോൾ പേഴ്സണലായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആർക്കെങ്കിലും മെസ്സേജ് അയക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓൺലി ടെലിഗ്രാം ചാനൽ ആൻഡ് ഗ്രൂപ്പ്സിനെ പറ്റത്തുള്ളൂ. പ്രൈവറ്റ് പബ്ലിക്കുമായിട്ട് ഗ്രൂപ്പോ ചാനലോ നമുക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബോട്ടിലാണെങ്കിൽ നമുക്ക് ആ പോസ്റ്റിന്റെ കൂടെ വീഡിയോസോ ഡോക്യുമെന്റ്സോ ഇമേജോ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ ബോട്ടിൽ നമുക്കാണെങ്കിൽ ലിങ്ക് കൊടുക്കാൻ പറ്റും. URL ലിങ്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബോട്ട് ഫുള്ളി ഫ്രീ ആണ്. ഇതിനകത്ത് പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫുള്ളി ഫ്രീ ആയിട്ടുള്ള ഒരു ബോട്ടാണ്. അപ്പോൾ ഈ ബോട്ടിലെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് ഇച്ചിരി ലോഡ് ആൻ ടൈം എടുക്കുന്നതായിരിക്കും. നിങ്ങൾ ഡയറക്റ്റ് ടെലിഗ്രാമിലായിരിക്കും പോകുന്നത്. ടെലിഗ്രാമിൽ ചെന്ന് ഓപ്പണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാം ബോട്ട് ഓപ്പൺ ആയി വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ആയിട്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. കുറച്ച് ഓനേബിൾ ഒക്കെ ഓപ്ഷൻ വരുന്നില്ലേ, ഈ സ്ക്രീനിൽ കാണുന്നതിൻ്റെ തൊട്ട് ഇത്ര ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് ആദ്യം പറയാം, ഫിക്സഡ് ടൈം എന്ന സെക്ഷൻ പറഞ്ഞാൽ നിങ്ങളൊരു പോസ്റ്റ് ഇട്ടു. ഇപ്പം നിങ്ങളൊരു പോസ്റ്റ് ഇതിനകത്ത് കൊടുത്തിട്ട് ഷെഡ്യൂൾ ഫിക്സ് ചെയ്തു. ഇപ്പം ഞാനിപ്പം 6 മണിക്ക് ഒരു പോസ്റ്റ് ഇടണം എന്ന രീതിയിൽ ഞാനിപ്പോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 6 മണിയാകുമ്പോൾ അത് ഓട്ടോമാറ്റിക് ചാനലിലോട്ട് പോസ്റ്റ് ആവും. ആ രീതിക്കുള്ളതാണ് ഫിക്സഡ്. റിപ്പീറ്റഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോസ്റ്റ് കൊടുത്തിട്ട് എവരി 15 മിനിറ്റ് ഒരു ദിവസത്തിൽ ഈ എല്ലാ ദിവസവും 15 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ പോസ്റ്റ് ആയിക്കോട്ടെ റീപോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ രീതിക്കുള്ളതാണ് റിപ്പീറ്റഡ് പോസ്റ്റ്. അപ്പോൾ ഈ രണ്ടും നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ബോട്ട് സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് വരുന്നില്ലേ. ഇതിലാണെങ്കിൽ താഴെ കണക്ട് ചാനൽ ഗ്രൂപ്പും സെക്ഷനുണ്ട്, ആഡ് പോസ്റ്റ്, മൈ ഷെഡ്യൂള്, മൈ ചാനൽ, ഹെൽപ്പ്. അപ്പം കണക്റ്റഡ് ചാനൽ ആൻഡ് ഗ്രൂപ്പ്സ് ഇത് ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഷെഡ്യൂളൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ചോദ്യം ചോദിക്കുന്നതായിരിക്കും. മീൻസ് നിങ്ങളുടെ ഗ്രൂപ്പോ നിങ്ങളുടെ ചാനലോ പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ അതെല്ലാം ചോദിക്കുന്നില്ലേ. ഈ ബോട്ട് നിങ്ങളുടെ അകത്ത് ലിങ്ക് ചെയ്യണം. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ മീൻസ് കണക്റ്റഡ് ചാനൽ ഗ്രൂപ്പും സെക്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റ് ആയിട്ട് പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ ഗ്രൂപ്പോ ചാനലോ ചോദിക്കും. അപ്പോൾ എൻ്റെ പബ്ലിക് ചാനലാണ്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ പബ്ലിക് ചാനൽ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അടുത്തൊരു സെക്ഷനായിട്ട് അടുത്തൊരു പോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്പ് ഉണ്ട്. നിങ്ങളുടെ ഏതാണ് പബ്ലിക് ചാനൽ ആണെങ്കിൽ ജസ്റ്റ് പബ്ലിക് ചാനലോ അല്ലെങ്കിൽ ഗ്രൂപ്പോ ആണെങ്കിൽ നിങ്ങൾ ഈ ബോട്ട് അതിനകത്ത് ലിങ്ക് ചെയ്യണം. ജസ്റ്റ് അഡ്മിൻ ആക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് പോസ്റ്റ് സെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾ അനേബിൾ ചെയ്യണം. പിന്നെ നിങ്ങൾ ആ ചാനലിൻ്റെ യൂസർ നെയിമും ഇതിനകത്ത് സെൻഡ് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ബോട്ട് അതിനകത്ത് ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്യാൻ വേണ്ടി ഈ ബോട്ടിൻ്റെ പ്രൊഫൈൽ ചെല്ലുക. പ്രൊഫൈൽ ചെന്ന് കഴിഞ്ഞാൽ യൂസർ നെയിം സെക്ഷൻ ഉണ്ട്, അത് ഫ്രീ പോസ്റ്റ് ബോട്ട് സെക്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ ഏതാണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് എടുത്തിട്ട് അഡ്മിൻ്റെ സെക്ഷനിൽ പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിൻ്റെ അവിടെ സെർച്ച് ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ബോട്ട് സെർച്ച് ചെയ്തിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ അഡ്മിൻ അവിടെ സെക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എല്ലാം അനേബിൾ ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ബോട്ട് അഡ്മിൻ ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ചെയ്താൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ ചാനലിലെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഈ ബോട്ട് അഡ്മിൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ തിരിച്ച് വന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ യൂസർ നെയിം കോപ്പി ചെയ്യുക. ടെലിഗ്രാം ചാനൽ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ആ മറ്റേ ഫസ്റ്റ് കിടക്കുന്ന HTTPS അത് കളഞ്ഞിട്ട് നിങ്ങൾ യൂസർ നെയിം അടിച്ചു കൊടുക്കുക ചാനലിൻ്റെ. എന്നിട്ട് ഈ ബോട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ ചാനൽ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ടിക്ക് മാർക്ക് കാണിക്കുന്നില്ലേ സ്ക്രീനിൽ കാണുന്നത്, അതേ രീതിക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ ഈ ബോട്ടായിട്ട് ലിങ്ക് ആയി. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ഇതിനകത്ത് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും ആ കറക്റ്റ് ടൈമിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബോട്ട് എങ്ങനെ ലിങ്ക് ചെയ്യണമെന്ന് നോക്കിയല്ലോ. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യാമെന്ന്. ജസ്റ്റ് നിങ്ങൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് അതിനകത്ത് ഓട്ടോ പോസ്റ്റ് വരുമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ചാനൽ കണക്റ്റഡ് കാണിച്ചില്ലേ, താഴെ ആഡ് പോസ്റ്റ് സെക്ഷൻ ഉണ്ട്. ആഡ് പോസ്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന പറഞ്ഞാൽ
നിങ്ങൾക്ക് എന്തോ പോസ്റ്റ് ചെയ്യണ്ടേ, ആ ഷെഡ്യൂൾ ചെയ്യണ്ടേ ആ പോസ്റ്റ്. അപ്പൊ ഇതില് ടെക്സ്റ്റ് അല്ലെങ്കിൽ വീഡിയോ, ഫോട്ടോ, ഡോക്യുമെന്റ് ഇതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ആ പോസ്റ്റ് സെൻഡ് ചെയ്യാം. ആ കറക്റ്റ് ടൈം സെറ്റ് ചെയ്ത് കൊടുത്ത് ആ ടൈമിൽ നിങ്ങൾക്ക് പോസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ടെസ്റ്റ് കൊടുത്തു. ടെസ്റ്റ് സെൻഡ് ആയി കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതിലൊരു ബോക്സ് വേണോ, മീൻസ് ഒരു ബട്ടൺ വേണോ. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് ഞാൻ ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ട് മോർ ഓഫേഴ്സ് ജസ്റ്റ് ജോയിൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ടെലിഗ്രാം ചാനലിലോട്ടായിരിക്കും വരുന്നത്. ആ രീതിക്ക് നിങ്ങൾക്ക് ബട്ടൺ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബട്ടൺ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, വേണമെങ്കിൽ എസ് കൊടുക്കുക. ഞാൻ ഇപ്പോൾ എസ് കൊടുത്തു. ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ്. അടുത്ത നിങ്ങൾക്ക് URL കൊടുക്കാൻ വരുന്നില്ലേ, അപ്പൊ ഞാനാണെങ്കിൽ എന്റെ URL ഞാൻ കൊടുത്തു. മീൻസ് ബട്ടൺ കൊടുക്കണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ URL കൊടുക്കേണ്ട ആവശ്യമില്ല. എന്റെ ചാനലിന്റെ URL ഞാൻ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾക്ക് ഏതൊക്കെ ചാനലിലാണ് ജസ്റ്റ് പോസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു ചാനൽ എടുത്തിട്ട് ജസ്റ്റ് അതിനകത്താണ് ഞാൻ ഇപ്പോൾ മീൻസ് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ ടൈം സെക്ഷൻ ഉണ്ട്. ഇതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഈ ഷെഡ്യൂൾ ടൈമാണ് നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് പോസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഫിക്സഡ് ടൈം റിപ്പീറ്റഡ് സെക്ഷൻ ഉണ്ട്. ഫിക്സഡ് ടൈം ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. റിപ്പീറ്റഡ് വേണമെങ്കിൽ ചെയ്താൽ ഞാൻ പറഞ്ഞിട്ട് ഫിക്സഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഫിക്സഡ് ടൈം മീൻസ്, അപ്പോൾ ഒന്നുകൂടെ പറയാം, ഫിക്സഡ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. റിപ്പീറ്റഡ് മീൻസ് 15 മിനിറ്റ് കൂടുന്നതനുസരിച്ച് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഇപ്പോൾ ഫിക്സഡ് ടൈം ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഫിക്സഡ് ടൈമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് ഡേറ്റും ടൈമും കാണിച്ചു തരുന്നില്ലേ. അപ്പോൾ അവിടെ ഫോർമാറ്റ് കണ്ടോ, ജസ്റ്റ് ഇപ്പം 30/5/2026 8 PM ആ ടൈം കൊടുത്തിട്ടില്ല. ആ ടൈം മാറ്റിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ കാണിച്ചത് 14/6/2026 ഇപ്പം 6:20 ഞാൻ കൊടുത്തേക്കുന്നത് PM. ആ ടൈമിൽ നമുക്ക് പോസ്റ്റ് ചെയ്യണമെന്ന്. ഇപ്പം ഞാൻ എടുത്ത് ആ ജോയിൻ ആവുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഡയറക്റ്റ് ആവുന്നത് ആ പോസ്റ്റ് 6:20 ആകുമ്പോൾ ഇന്ന് 14-ാം തീയതി ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കയറണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഞാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് ടൈം ക്രിയേറ്റഡ് എന്ന് കാണിക്കും, പോസ്റ്റിംഗ് ടൈം കാണിക്കും. ഇത്രയും ചെയ്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് പോസ്റ്റ് നിങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ വരുന്നതായിരിക്കും ആ ടൈം ആകുമ്പോൾ. അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി മൈ ഷെഡ്യൂൾ എന്ന സെക്ഷൻ ഉണ്ട്, മൈ ഷെഡ്യൂൾ. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്രയൊക്കെ ഷെഡ്യൂൾ ആയിട്ടുള്ളതെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ഫുള്ളി ഫ്രീ ആണ്, ഡെപ്പോസിറ്റിന് ഓപ്ഷനേ ഇല്ല. എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ലിമിറ്റ് ഒന്നും ഇതിനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സ്റ്റോപ്പ് ആക്കാം. നിങ്ങൾക്ക് എനി ടൈം നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ പോസ് ചെയ്യാം. സെക്ഷൻ ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ പോസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ലൈവായിട്ട് കാണിച്ചു തരാൻ വേണ്ടി ലൈവ് ചെയ്തേക്കുന്നത് ആക്റ്റീവ് ആണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു. എൻ്റെ ഒരു ചാനലിൽ ജസ്റ്റ് കാണാൻ പറ്റും ഓൺലൈൻ ഷോപ്പിംഗ് ജോയിൻ ഹിയർ മോർ ഓഫേഴ്സ് ചെക്കിനും കൊടുത്തു. ജോയിൻ നൗവിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ടെലിഗ്രാം ചാനലിലോട്ടായിരിക്കും വരുന്നത്. ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ക്രിയേറ്റ് ആവുന്നതായിരിക്കും ഷെഡ്യൂൾ. നിങ്ങൾക്ക് ക്രിയേറ്റ് ആയി നിങ്ങൾക്ക് ഇതുപോലെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കാം. അല്ലാതെ ജസ്റ്റ് നിങ്ങൾക്ക് ഓരോ ഫിക്സഡ് ആയിട്ട് ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ ടെലിഗ്രാമിലോ ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബോട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ചാനൽ ഓണറായിട്ട് നിങ്ങൾ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചാനലോ ഗ്രൂപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഷെഡ്യൂൾ ഫിക്സ് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴും ടൈം മറന്നു ഇപ്പോൾ നിങ്ങൾ ഇടാൻ വേണ്ടി ആ ടൈമിൽ ഇത് ഫിക്സ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഓട്ടോ പോസ്റ്റ് ആയി പോയിക്കോളും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഫ്രീ ആണ്, നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലത്തെ കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ടെലിഗ്രാം ജോയിൻ ചെയ്യുകയാണെങ്കിൽ കുറേ ഓഫേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ വീഡിയോ എൻ്റെ പേര്. ഓക്കെ, ബൈ.